ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലൻ റണ്ണിംഗ്. ഇറ്റ്സ് മീ VK. നാളെയാണ് +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാമിനേഷൻ വരുന്നത്. നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് അവസാനത്തെ സെക്ഷനിലെ 16 മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കണോ? അതെ, essay ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകളിൽ നിന്ന് തന്നെയായിരിക്കും essay ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ഏതാ നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന +2 ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. സോ ഒന്നാമതായിട്ട് സ്റ്റാഫിംഗ് ഇസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ. അപ്പം സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സുമായി ബന്ധപ്പെട്ട 8 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനടുത്ത ചോദ്യമാണ് എന്താണ് സെലക്ഷൻ, സെലക്ഷന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. മക്കളെ, സ്റ്റെപ്പ് ചോദിക്കുന്ന സമയത്ത് അത് ഓർഡറിൽ തന്നെ എഴുതണം. ഓർഡറിൽ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് സ്റ്റെപ്സുമായി ബന്ധപ്പെട്ട പ്രോസസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സും ഇമ്പോർട്ടന്റ് ആണ്, സെലക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്. സെലക്ഷന്റെ ടെസ്റ്റുകളുണ്ട്, അതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ചോദ്യങ്ങളിൽ ആ ഉത്തരം എഴുതുന്ന സമയത്ത് നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിനടുത്തൊരു ചോദ്യമാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യം. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് 2 ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട്, ഇന്റേണൽ സോഴ്സും ഉണ്ട്. അപ്പം എക്സാമിന് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എക്സ്റ്റേണൽ സോഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരുപാട് സോഴ്സുകൾ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണ് എക്സ്റ്റേണൽ സോഴ്സുകളായിട്ട്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സ്റ്റാഫ് എന്ന ചാപ്റ്ററിൽ essayക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിന് അടുത്ത ചാപ്റ്റർ ആണ് ഡയറക്റ്റിംഗ്, 7ാമത്തെ ചാപ്റ്റർ. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡയറക്റ്റ് സാധാരണ ഇതിൽ essayക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സൂപ്പർവിഷൻ എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗിന്റെ ഒരു എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സൂപ്പർവൈസ്ഡ് റോൾ, എന്താണ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ഫംഗ്ഷൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് essayക്ക് ചോദിക്കാനുള്ള സൂപ്പർവിഷനെ ബേസ് ചെയ്തുകൊണ്ട്. അടുത്തൊരു ചോദ്യമാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പൊ നമുക്കറിയാം മോട്ടിവേഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു തിയറി പഠിക്കുന്നുണ്ട്. ആരെ ഡെവലപ്പ് ചെയ്യുള്ള എബ്രഹാം മാസ്ലോ ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഹയറാർക്കിയൽ നീഡ്സുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഈ തിയറി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ഒരു ട്രയാങ്കിൾ ഒക്കെ വരച്ചുകൊണ്ട് ഹയറാർക്കിയൽ നീഡ്സിൽ ആ തിയറി എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണം. എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പം ആ ഒരു തിയറി എക്സാമിന് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനടുത്താണ് Sun Limited offers shares to its employees at a price which is lower than market price. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഷെയർ ആർക്ക് കൊടുത്തു? ഈ പറഞ്ഞ എംപ്ലോയീസിന് ആര് കൊടുത്തു? സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇൻസെന്റീവ് ആണ്, ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് ആണ് പറയുന്നത്. സോ ഫൈനാൻഷ്യൽ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവും ഉണ്ട്. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ചിലപ്പം 4 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് അടുത്തൊരു ചോദ്യമാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ കുറിച്ച്. ചിത്രം വരയ്ക്കാൻ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം കാണുന്ന സമയത്ത് നെറ്റ്വർക്കിന്റെ ചിത്രം വരച്ചിട്ടായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് 5 എണ്ണമുണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് 4 എണ്ണമുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇതിനടുത്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണ്? സെമാന്റിക് ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ 4 ബാരിയേഴ്സ് ആണുള്ളത്. സോ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിൽ അവസാനത്തെ ഭാഗത്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. essayക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, 3ാമത്തെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് essayക്ക് ചോദിക്കാറുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് പറയാം ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ essay ക്വസ്റ്റൻ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിന് അടുത്തൊരു ചോദ്യമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്താണ് എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താ നേരത്തെ പറഞ്ഞു, അതായത് ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ്. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ്. സോ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നും ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും essayക്ക് ചോദിക്കാറുണ്ട്. ഈ 3 ക്വസ്റ്റൻ ആയിരിക്കും എന്ത് ചെയ്യുക, essay ക്വസ്റ്റൻ ആയിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. എന്നുവെച്ചാൽ ഉറപ്പായിട്ടും ഈ 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് +2 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇതിന് എന്തായാലും ഒരു essay ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഒന്നാമതായിട്ട് ഇപ്പൊ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, അല്ലെ? അപ്പം അത് നിങ്ങൾ മോഡൽ എക്സാമിന് ചോദിച്ചാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കണ്ട. പബ്ലിക് എക്സാമിന് ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഓർഡറിൽ എഴുതുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു 8 ഫംഗ്ഷനോ അല്ലെങ്കിൽ 7 ഫംഗ്ഷനെങ്കിലും അല്ലെങ്കിൽ 6 ഫംഗ്ഷനെങ്കിലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ.
അടുത്തൊരു ക്വസ്റ്റൻ ആണ് മക്കളെ, 4 P's ഓഫ് മാർക്കറ്റിംഗ്. ഇത് ഞാനൊരു പ്രിഡിക്ഷൻ ക്വസ്റ്റൻ ആയിട്ട് പറഞ്ഞു. ഇത്തവണത്തെ പബ്ലിക് എക്സാമിന് ഈ 4 P's ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കും ഒരു എസ്സേ ഉണ്ടായിരിക്കും. ഞാൻ ഒരു പ്രിഡിക്റ്റ് ചെയ്യാണ്, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം. എന്തായാലും നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കുക. സോ 4 P's ഓഫ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് മാർക്കറ്റിംഗ് മിക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 4 P's ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ഇതിനടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അതായത് നമുക്കറിയാം സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ചില ടൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്കൗണ്ട്, റിബേറ്റ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഡിസ്കൗണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ സാമ്പിൾ അല്ലെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ തരും. സോ ഇത്തരത്തിൽ സെയിൽസ് പ്രൊമോഷണൽ ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്, എന്തിനു വേണ്ടിയിട്ട്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മാർക്കറ്റിംഗ് എന്ന ഭാഗമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷണൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഇതിനടുത്ത് എന്താണ് പ്രൈസിങ്? പ്രൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതോടൊപ്പം തന്നെ പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിനെ എഫക്ട് ചെയ്യുന്ന, ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യം വരാറുണ്ട്. ഈ ഒരു ചോദ്യം സർപ്രൈസ് ക്വസ്റ്റൻ ആയിട്ട് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം വായിച്ചിട്ട് മാത്രം പോയാൽ മതി. ഇനി ഇത്രയും ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുള്ളത്, എസ്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളത്. സോ ചാപ്റ്റേഴ്സ് ഓർമ്മ വെക്കുക. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിന് എസ്സേ ചോദിക്കും, ഡയറക്ടർ എന്ന ചാപ്റ്ററിന് എസ്സേ ചോദിക്കും, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എസ്സേ ചോദിക്കും, ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ എസ്സേ ക്വസ്റ്റൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വെക്കുക. ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നാളത്തെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.